രണ്ടാമത്തെ അധ്യായം ഇതെല്ലാം പറഞ്ഞ് അവരെ പോലാകല്ല ഇന്ന വ്യക്തിയെപ്പോലെ ഇവർ രണ്ടുപേരും സഭയ്ക്ക് വളരെ ദോഷം ചെയ്തു, ഇവർ രണ്ടുപേരും ഒത്തിരി പേരെ തെറ്റിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇന്ന് രണ്ടാമത്തെ അധ്യായത്തിൽ നമുക്ക് അതിൻ്റെ ഒരു പ്രധാന ഭാഗമുണ്ട്, നമുക്ക് പഠിക്കാം. രണ്ടാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. സകല മനുഷ്യർക്കും നാം സർവ്വഭക്തിയോടും ജനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം. സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കും. എല്ലാവരോടും പ്രബോധിപ്പിക്കുക ഒരു ശാന്തമായ ഒരു ജീവിതം, എ പീസ്ഫുൾ ലൈഫ് ഇൻ ഓൾ ഗോഡ്ലിനെസ് ആൻഡ് റെവറൻസ് എഴുതിയിരിക്കുന്ന ആ ഭാഗം മലയാളത്തിൽ പീസ്ഫുൾ ലൈഫ് വിത്ത് ഗോഡ്ലിനെസ് ആൻഡ് റെവറൻസ് എഴുതിയിരിക്കുന്നത്. നല്ലൊരു ദൈവ സാന്നിധ്യത്തോടുകൂടി, നല്ലൊരു ദൈവ ഭയത്തോടുകൂടി, ഒരു സമാധാനത്തോടു കൂടിയുള്ള ഒരു ജീവിതം കഴിയേണ്ടതിന് യെസ് എല്ലാവർക്കും വേണ്ടി എന്ന് വെച്ചാൽ ഓരോ വിഷയങ്ങൾക്കും വേണ്ടി, ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുക. രാജാക്കന്മാർ അല്ലെ ഭരിക്കുന്നവർ എന്തുവാ ചെയ്യുന്നത്? അവർ ദേശത്തെ തെറ്റിച്ച് കളയുമ്പോൾ നമ്മൾ അവരുടെ ആ തെറ്റിൽ അല്ലെങ്കിൽ ആ പാപത്തിൽ ആ കറപ്ഷൻ വീഴാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന്, ഈ ഭരിക്കുന്നവർ നേരെ ഭരിക്കണം എന്ന് പറഞ്ഞാൽ അവരാകുമോ എന്ന് എനിക്കറിയത്തില്ല. കാരണം അവർ ദുരാത്മാവിനാലല്ലേ ഭരിക്കപ്പെടുന്നത്, ദൈവാത്മാവിനാലല്ലല്ലോ. എങ്കിലും ദേശത്തെ അവരുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം? വിടുവിക്കണം. അതുകൊണ്ട് ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം, ഭരിക്കുന്നവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം, ഓരോരുത്തർക്ക് വേണ്ടി. അപ്പം ഇവിടെ ഒരു പ്രാർത്ഥനയെ പറ്റിയാണ് നമ്മളിവിടെ കാണുന്നത്. 1-2 വാക്യത്തിൽ പറയുന്നു, ഒന്ന്, നിങ്ങൾ അവർക്ക് വേണ്ടി യാചിക്കണം, പ്രാർത്ഥിക്കണം. രണ്ടാമത്, അവരുടെ ആ പ്രാർത്ഥന എന്തുവാ നടക്കുന്നത്? അവർക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കണം, ഇല്ലേ? ഇവിടെ എഴുതിയേക്കുന്ന യുവർ പ്രേയേഴ്സ്, ഇന്റർസെഷൻ ആൻഡ് ഗിവിങ് താങ്ക്സ്. ആ പ്രാർത്ഥനയ്ക്കകത്ത് എന്തൊക്കെയാ? അവർക്ക് വേണ്ടി നീ റിക്വസ്റ്റ്, നീ അവർക്ക് വേണ്ടി യാചിക്കണം, പ്രാർത്ഥിക്കണം. പിന്നെ അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യണം, അല്ലെങ്കിൽ ഇടിവിൽ നിൽക്കണം. മൂന്നാമത് അവിടെ എഴുതിയിരിക്കുന്നത് എന്തുവാ? സ്തോത്രം കരയറ്റണം. ഒരു പ്രാർത്ഥനയ്ക്കകത്ത് നമ്മുടെ ആത്മാവിലുള്ളൊരു പ്രാർത്ഥനയാണ് ഇതെല്ലാം അതിൻ്റെ അകത്തുണ്ടാവും, ഇല്ലേ? അവർക്ക് വേണ്ടി യാചിക്കുവാനും പ്രാർത്ഥിക്കുവാനും. നമ്മൾ പലപ്പോഴും ഇതൊന്നുമല്ല നമ്മുടെ പ്രാർത്ഥനാ വിഷയം. ദേശത്തിന് വേണ്ടി, കൊച്ചി ദേശത്തിന് വേണ്ടി, ഇവിടെയുള്ള സഭകൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഒരു സഭാ സ്പിരിറ്റ് എന്തോ കൊണ്ടോ അറിയാതെ, ടീം സ്പിരിറ്റ് എന്ന് പറയില്ലേ, ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സും വേറൊരു സ്റ്റേറ്റും ഇവിടെ വന്ന് കളിക്കുമ്പോൾ രണ്ടുപേർക്കും എന്തുണ്ട്? ഞാൻ എൻ്റെ ടീം, നീ നിൻ്റെ ടീം, നമ്മൾ തമ്മിൽ എന്തുണ്ട്? ഒരു പോര്. ഇതാണ് സഭകൾ തമ്മിൽ സംഭവിക്കുന്നത്. ഈ പോരും കൊണ്ട് സ്വർഗത്തിൽ കർത്താവ് കയറ്റൂ? സ്വർഗത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നു? നമ്മുടെ സഭയിലെ ആൾക്കാരെ മാത്രം സഹായിച്ചാൽ മതിയോ? നമ്മുടെ സഭയിലെ ആൾക്കാർക്ക് വേണ്ടി മാത്രം, എല്ലാവർക്കും വേണ്ടി ചിലർ പറയും, കർത്താവ് ഈ ദേശത്തെ മുഴുവൻ അങ്ങ് ഹോൾസെയിലായിട്ട് അനുഗ്രഹിക്കണേ. അതൊരു പ്രാർത്ഥനയല്ല. ഇവിടെ അകത്തല്ല എഴുതിയിരിക്കുന്നത്, പക്ഷപാതം ചെയ്യാനല്ലേ പറയും. നമ്മൾ ചിലപ്പം അങ്ങനെ പ്രാർത്ഥിക്കും, പക്ഷേ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ്? ദൈവം നമ്മളെ പല സഭകൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടുത്തെ ഒരു വലിയൊരു സഭ, ന്യൂജൻ സഭയിൽ ചിലരെ വ്യക്തിപരമായിട്ട് കാണുവാൻ വേറൊരു ആവശ്യത്തിന്, ഒരു RTO ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആവശ്യത്തിന് കാണുവാനിടയെത്തും. പുള്ളി ഒരു ഓഫീസ് നടത്തുന്നത് കാണുവാനിടയെത്തും. ഞാൻ ഓരോരുത്തരോട് ഞാൻ ഡീൽ ചെയ്യുമ്പോൾ, പുള്ളി ജാതികളോട് ഡീൽ ചെയ്യുന്നത് കണ്ടു, എന്നോട് ഡീൽ ചെയ്യുന്നുണ്ടോ. ഞാൻ അവിടെ ഒരു ദൈവകൃപ വ്യാപരിക്കാതെ വളരെയധികം ഞാൻ വിചാരിച്ചു ഇവരൊക്കെ പോകുന്ന സഭയിൽ എന്തോ ഒരു സന്തോഷമില്ലാതെ, ഒരാത്മീയ സന്തോഷമില്ലയോ? പക്ക ബിസിനസ്സുകാർ അല്ലെങ്കിൽ അവിടെ ഒരു ദൈവ പൈതലിൻ്റെ ഒരു ക്വാളിറ്റി റിഫ്ലക്റ്റ് ചെയ്യുന്നത് കാണുവാനിടയെ തീർന്നില്ല. ഞാൻ പിന്നെ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ച്, കുറച്ച് ലേറ്റായിട്ടൊക്കെ സംസാരിച്ച് ഒരാശ്വാസമായി കഴിഞ്ഞ ദിവസവും വിളിച്ചു. എൻ്റെ സഭയിലെ ആളല്ല, ഞാൻ ആ വ്യക്തിയെപ്പറ്റി കേട്ടിട്ടേ ഉള്ളൂ, ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ പുള്ളിയുടെ കൂട്ടുകാരെ എല്ലാം എനിക്കറിയാം, പ്രായമുള്ള ഒരാളാണ്. അപ്പം വേറൊരു സഭയിലെ ആൾക്കാരൊക്കെ നമ്മൾ കാണുമ്പോൾ അവരൊന്ന് ഡൗൺ ആയിട്ടിരിക്കുന്ന തോന്നിയാൽ, അവരൊന്ന് ആത്മീയമായിട്ട് ഡൗൺ ആയിട്ട്, എന്തുകൊണ്ട് അവരുടെ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന്. പിന്നെ ചിലർ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്നറിയാം? അതൊരു വളരെ സ്വാർത്ഥം. എല്ലാവരും അങ്ങ് ചിന്തിച്ച് കളയല്ലേ? ദുരാത്മാവിലെ ഒരാൾക്ക് അങ്ങ് ചിന്തിക്കാൻ പറ്റും, ഞാൻ എന്തിന് വേറൊരാളുടെ കാര്യത്തിന്, എന്നിട്ട് വേണം അവരുടെ പിശാചെല്ലാം കൂടെ എന്നോട് വന്ന്. നമ്മുടെ ജഡം അങ്ങനെ ചിന്തിക്കും കേട്ടോ, എൻ്റെയും നിങ്ങളുടെയും ചിന്തിക്കും. നമ്മുടെ ജഡം അങ്ങനെ ചിന്തിക്കുന്നത്, സ്വാർത്ഥത. ഈ ലോകത്തിൽ നിന്ന് വന്നതല്ലേ, ഞാൻ എന്തിന് വേറെ ഒരാളുടെ സഭയിൽ ഒരാളെ എൻകറേജ് ചെയ്യാം? നമ്മുടെ സഭയിലെ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പോരെ?
ഈ നമ്മുടെ സഭയും നിങ്ങളുടെ സഭയും അവിടെ ഉണ്ടോ? ഇല്ല. കർത്താവ് പല സഭകൾക്ക് വേണ്ടി വ്യത്യസ്ത വിലയാണോ കൊടുത്തത്? അല്ല. കർത്താവിന് സഭാവ്യത്യാസമുണ്ടോ? ഇല്ല. ഇനി ആത്മാവിൽ ആരാധിക്കുന്ന സഭകളും അല്ലാത്ത സഭകളാണെങ്കിലും ജാതികളാണെങ്കിലും കർത്താവ് എല്ലാവരും കർത്താവിൻ്റെ മക്കളായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. മക്കളായി തീർന്നാൽ പിന്നെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ ഒരു പുത്രത്വത്തിൻ്റെ, അവിടെ ഏത് സഭയിലെ ആളാണെങ്കിലും ഏത് ദൈവദാസനാണെങ്കിലും ഏത് സഭയാണെങ്കിലും ഒക്കെ ദൈവത്തിൻ്റെ ആത്മാവാണ് പ്രേരിപ്പിക്കുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ചില സമയത്ത് ഇപ്പോൾ ഇന്നലെ വൈകിട്ട് പോലും പല കാര്യത്തിലൊക്കെ ഞാൻ ഇടപെടേണ്ടി വന്നു, പലരുടെ വിഷയത്തിലൊക്കെ. എല്ലാം കഴിഞ്ഞ് ഞാൻ ചില സമയത്ത് നമുക്കറിയാം, അതിനി പഠിക്കുന്ന പിള്ളേർക്കറിയാം, ജോലി ചെയ്യുന്നവർക്കറിയാം, വല്ലാതെ ടയേർഡായിട്ട് നമ്മൾ വീട്ടിൽ വരുമ്പോൾ പിന്നെ ഒന്ന് ഏകാഗ്രതയോട് പ്രാർത്ഥിക്കുവാനോ ബൈബിൾ എടുത്ത് ധ്യാനിച്ചാലൊന്നും വർക്ക് ചെയ്യത്തില്ല. കാര്യം നമ്മുടെ തലച്ചോറ് അന്നത്തെ ദിവസം പ്രവർത്തിക്കേണ്ടതിനേക്കാൾ കൂടുതൽ പ്രവർത്തിച്ച് എക്സോസ്റ്റഡായി, മസിൽസൊക്കെ എക്സോസ്റ്റഡായെന്ന് പറഞ്ഞ പോലെ അന്നത്തെ കോട്ട കഴിഞ്ഞു, ടയേർഡായി. ദൈവം റീചാർജ് ചെയ്യണം. കുറേ നേരം നമ്മൾ ഇരിക്കണം. പിന്നെ ഒരു ശാന്തതയും സമാധാനവും ഒരു ഏകാഗ്രതയൊക്കെ വന്നിട്ട് ചിന്തിക്കുവാനുള്ളൊരു ഇല്ലേ. അപ്പം നമ്മൾ എന്തുമല്ലേ ഈ പ്രാർത്ഥനയിൽ, നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ആ ശാന്തത, നമ്മുടെ ജീവിതത്തിൽ സമാധാനം, നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട്? പ്രാർത്ഥിക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കണം, വചനം വായിക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കണം. അങ്ങനെ തന്നെ ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങൾ വളരെ അത് അത്യാവശ്യമാണ്. ഒരു ദൈവ പൈതലിന് അവരുടെ കൃപയും അവരുടെ ഒത്തിരി ഭാരപ്പെട്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല. നമ്മുടെ ഓട്ടത്തിൻ്റെ കൂടുതലുകൊണ്ടൊന്നും അല്ല. എങ്കിലും നമ്മൾ ദൈവം അനുവദിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്താലേ പറ്റൂ. സ്തോത്രം. അവിടെ ഒക്കെ ഒരു ശാന്തത മെയിൻറ്റെയിൻ ചെയ്യുവാൻ കാരണം എനിക്ക് എൻ്റെ കർത്താവ് എന്നോട് സംസാരിക്കുമ്പോൾ ഉടനെ എന്ത് ചെയ്യണം? മനസ്സിലാകണം. അതൊരു ആവശ്യമല്ലേ? കർത്താവ് എന്നോട് ഇടപെടുമ്പോൾ എനിക്കത് മനസ്സിലാകാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ മനസ്സങ്ങ് ബ്ലണ്ടായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ, ഒന്നും റിയാക്ഷൻ ഇല്ലാത്ത രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഐ എം ഓവർ ടയേർഡ്. എൻ്റെ മനസ്സും എന്തുവാ. അതുകൊണ്ട് ജോലി സമയത്തൊക്കെ ഒരു സ്തോത്രമൊക്കെ പറഞ്ഞു ഒന്ന് ആത്മാവ്, ഞാനത് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. ചിലപ്പോൾ ഇവർ കുഞ്ഞുങ്ങളും ഭാര്യയൊക്കെ കേൾക്കുക ആത്മീയഭാഷയിൽ ആരായിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും സ്വോത്രം ഹല്ലേലൂയ ഒക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നടക്കുന്ന കാണാം. അത് സ്തോത്രം എനിക്കറിയാം. നമ്മുടെ മനസ്സൊക്കെ ടയേർഡാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റീചാർജ് ചെയ്യുന്നതാണ്. കൃപ ചെയ്യുന്നത്. കാരണം എന്തുവാ? ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്താലേ നമ്മൾ എന്ത് ലോകത്തിൻ്റെ വിഷയമാണെങ്കിലും ലോകമനുഷ്യരോടാണെങ്കിലും ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഫ്രീക്വൻസിയിൽ നിന്നാൽ മാത്രമേ നമുക്ക് കൃപയിൽ നിൽക്കുവാൻ കഴിയത്തുള്ളൂ. പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് ചാനൽ മാറ്റുന്ന പോലെ എന്നാൽ ഇനി പ്രാർത്ഥന ടൈം, പ്രെയർ മോഡ് മാറ്റി, ഒന്നും സംഭവിക്കത്തില്ല. ഇത്രയും നാളും ലോകത്തിൻ്റെ മോഡ്, പിന്നെ അത് കഴിഞ്ഞ് പ്രെയർ മോഡിലേക്കൊന്നും മാറ്റിയാൽ ഒന്നും സംഭവിക്കത്തില്ല. ലോകമായിട്ട് ഇടപെടുമ്പോഴും. അതുകൊണ്ട് ഇവിടെ പ്രാർത്ഥനയ്ക്കകത്ത് ഇവിടെ എഴുതിയേക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടി, ഭരിക്കുന്നവർക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി ആത്മാവ് നമ്മളോട് പറയും. ഞാൻ പറഞ്ഞില്ലേ, ഈ ഏകാഗ്രതയിൽ ഇരുന്നാൽ മാത്രമേ ആത്മാവ് പറയുന്നത് പ്രാർത്ഥിക്കുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തിൻ്റെ ഇഷ്ടം എന്തുവാന്ന് മനസ്സിലാകാൻ പറ്റത്തുള്ളൂ. കാര്യം ഒരു ദിവസം മുഴുവൻ നമ്മുടെ ഇഷ്ടം വർക്ക് ചെയ്തിട്ട് പിന്നെ വന്ന് പെട്ടെന്ന് ദൈവ ഇഷ്ടം സ്വർഗത്തിൽ നടക്കുന്ന പോലെ അതായി ലോക മനുഷ്യർ ചെയ്യുന്നു, സമുദായക്കാർ ചെയ്യുന്നു. സ്വർഗസ്നായ പിതാവേ, എല്ലാവരും പണ്ടൊക്കെ ചൊല്ലിയല്ലോ കുറേ, അറിയാമല്ലോ. എന്തോ സ്വർഗസ്നായ പിതാവേ, സ്വർഗത്തിൽ എൻ്റെ ഇഷ്ടം അടയ്ക്കുന്നല്ലോ, ഭൂമിയിൽ അങ്ങയുടെ ഇഷ്ടം. എന്തുവാ പറഞ്ഞത്? അതുപോലെ തലയ്ക്കകത്ത് കയറിയോ? അത് ശരിക്കും സമർപ്പണമാണോ? ഹൃദയത്തിൽ നിന്നാണോ? നത്തിങ് ഈസ് ഹാപ്പനിങ്. സ്തോത്രം. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുക, പരിശുദ്ധാത്മാവ് പറയുന്നത് പോലും ആർക്കൊക്കെ വേണ്ടിയാണ്. ഞാൻ ചില ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് കർത്താവേ, ചിലരിങ്ങനെ തുടങ്ങും. നല്ലതാണ്, പറക്കുന്നെങ്കിൽ അത് നല്ലതാണ്, അല്ലെങ്കിൽ സിസ്റ്റമാക്കുന്നെങ്കിൽ കുഴപ്പമില്ല. ഓരോ ജില്ല, അവിടുന്ന് കാസർഗോഡ് തൊട്ട് ഇങ്ങനെ ആലുവ, അല്ലെങ്കിൽ തൊട്ടടുത്ത് തൃശ്ശൂർ വന്നു, തൃശ്ശൂർ കഴിഞ്ഞ് കർത്താവിന് എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനേക്കാൾ എത്ര നല്ലത് ആത്മാവിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഏത് ജില്ലയ്ക്ക് വേണ്ടിയും, ആർക്ക് വേണ്ടിയും, ഏത് സഭയ്ക്ക് വേണ്ടി നമ്മൾ കഴിഞ്ഞിടയ്ക്ക് പരിചയപ്പെട്ട ഒരു ദൈവദാസനായിരിക്കും, ഒരു സഭയായിരിക്കും, ഒരു കുടുംബമായിരിക്കും, ഒരു ജാതീയ വ്യക്തിയായിരിക്കും, നമ്മുടെ മുമ്പിൽ പുതിയതായിട്ട് വന്ന ഒരു വ്യക്തിയായിരിക്കും. പരിശുദ്ധാത്മാവ് പറയുന്ന ആൾക്കാർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, പരിശുദ്ധാത്മാവ് പറയുന്ന ആൾക്കാർക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുവാൻ, പക്ഷപാതം ചെയ്യുവാൻ, ഇൻ്റർസീഡ് ചെയ്യുവാൻ. പിന്നെ ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ സ്തോത്രം കരയേറ്റി പ്രാർത്ഥിക്കുക. പെട്ടെന്ന് 1-2 വാക്യം നമുക്കൊന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 6-18 Ephesians 6:18. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കും. പരിശുദ്ധാത്മാവ് പറയുക ആ വിഷയങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. ഇവിടെ നിങ്ങൾ ആ വാക്യം താഴോട്ടൊക്കെ വായിച്ച സമയം ചുരുക്കൊണ്ട് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് പ്രാർത്ഥനയല്ലല്ലോ നമ്മുടെ വിഷയം. എങ്കിലും എഫെസ്യ സഭയോട് പറയുക, നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. അവിടെ ഏകാഗ്രത വേണം.
സ്ഥിരത വേണം, ആ വിഷയത്തിൽ നിൽക്കണം. അതല്ലേ, അത് പറ്റാത്ത കാര്യങ്ങളാണ്. പ്രാർത്ഥിക്കുമ്പോൾ എന്ത് വേണം? പരിശുദ്ധാത്മാവിൻ്റെ ഫ്രീക്വൻസി നിൽക്കണം. ആത്മാവ് പറയുന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആത്മാവ് പറയുന്ന വിഷയങ്ങൾ നമ്മൾ പൊതുവേ ആൾക്കാർ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പുതിയ സഭകളൊക്കെ പറയും, എന്ത് പിതാവിൻ്റെ ഇഷ്ടത്തിൽ നാമത്തിൽ പ്രാർത്ഥിച്ചാലും നിനക്ക് ലഭിക്കും. ആ വാക്ക് എടുത്തു വെച്ചിട്ടങ്ങ് പിതാവിൻ്റെ നാമത്തിൽ പിതാവിനോട് എന്ത് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാലും നിനക്ക് എന്ത് ചെയ്യും? ആ വാക്യം ഒന്ന് വായിച്ച്, 1 യോഹന്നാൻ 5:14 വായിച്ചാൽ. 1 John chapter 5 verse 40. അതങ്ങ് മറന്നുപോയി അല്ലേ? അവൻ്റെ ഇഷ്ടപ്രകാരം അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അവനോട് അപേക്ഷിച്ചാൽ കർത്താവ് അത് കേൾക്കും എന്നുള്ളത് എൻ്റെ ഒരു ധൈര്യവും പ്രാഗൽഭ്യവും ഒരു കോൺഫിഡൻസുമാണ്. അവൻ്റെ ഇഷ്ടപ്രകാരം എന്നുള്ളത് നമ്മളങ്ങ് മറക്കും. സുവിശേഷങ്ങളും എഴുതിയിട്ടുണ്ടല്ലോ, ഈ 2 വാക്യം എടുത്ത് വെച്ചിട്ടിരുന്ന യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് എന്ത് യാചിച്ചാലും ലഭിക്കും. അതൊന്നുകൂടെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവിൽ, അത് യോഹന്നാൻ അപ്പോസ്തലനാണല്ലോ ഭയങ്കര ആഴങ്ങളിൽ എഴുതുന്ന, വെളിപ്പാട് പുസ്തകം എഴുതിയാണ്. വളരെ ആഴത്തെ ലേഖനത്തിൽ, തൻ്റെ ലേഖനത്തിൽ അങ്ങ് എഴുതുക, അവൻ്റെ ഇഷ്ടപ്രകാരം. കർത്താവിൻ്റെ ഇഷ്ടം എന്തുവാ? അവൻ്റെ ഇഷ്ടമോ നമ്മുടെ, ഒന്ന് പറഞ്ഞേ, അവൻ്റെ ഇഷ്ടമോ നമ്മുടെ, നാം എല്ലാവരും സ്വർഗത്തിൽ പോകണം എന്നാ കർത്താവ് ഇഷ്ടം. നാം മാത്രം പോരാ, നമ്മൾ ഇടപെടുന്ന നമ്മളിൽ കൂടെ അനേകർ സ്വർഗത്തിന് യോഗ്യരായി തീരണം. കർത്താവിൻ്റെ ഇഷ്ടം മുഴുവനും സ്വർഗീയമാണ്. താൻ സ്വർഗീയനാ. തനിക്ക് ഇവിടുത്തെ ലോകത്തിൻ്റെ വിഷയങ്ങൾ വിഷയമേ അല്ല. സ്തോത്രമില്ല, അതിന് സ്തോത്രമില്ല. നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ മാത്രമാണ് വിഷയം. കർത്താവിന് ഇവിടുത്തെ കാര്യങ്ങൾ വിഷയമേ. ദൈവനാമം ദുഷിപ്പിക്കാതെ കൃപയോടുകൂടി അങ്ങ് ജീവിച്ചാൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ, അഹങ്കരിക്കാതിരിക്കാനുള്ളതൊക്കെ കർത്താവ് തക്ക സമയത്ത് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും അതാ ദൈവത്തിൻ്റെ പ്രത്യേകത. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കൂള് ചോദിക്കുന്നവർക്ക് കൂള് കിട്ടുന്നു, ചോദിക്കാതെ ദൈവ ഇഷ്ടത്തിനായിട്ട് സമർപ്പിക്കുന്നവർക്ക് ഒന്നും കിട്ടുന്നില്ല എന്ന് വല്ലതും ചിന്തിക്കുന്നുണ്ടോ? സഹോദരന്മാരൊക്കെ ഇവിടെ ഇല്ലാതായിപ്പോയി. അവർ നേരത്തെ നമ്മുടെ സഭയിൽ ഉണ്ടായിരുന്നവരാണ്. നമ്മൾ പൊതുവേ അങ്ങനെ അധികം ഭൗമിക വിഷയത്തിന് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കാറില്ല, അൺലെസ് അത് വളരെയധികം ഒരു ഏർജൻറ്റ് നീഡും ഒരു ദൈവനാമം ദുഷിപ്പിക്കുന്ന അനുഭവമൊക്കെ അതിൽ വരാതിരിക്കാൻ കുടുംബത്തിനെ വിടിപ്പിക്കണമേ എന്നല്ലാതെ നമ്മൾ പൊതുവേ അറിയാമല്ലോ, നമ്മളെല്ലാവരും ദൈവം അങ്ങനെയാണല്ലോ നടത്തുന്നത്. പക്ഷേ ഞാൻ തിരിഞ്ഞു നോക്കിയാൽ എനിക്ക് പറയുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ കൊച്ചി സഭയിൽ തന്നെ ഓരോ ദൈവമക്കളുടെ, ഓരോ കുടുംബങ്ങളുടെ അവർ വന്നപ്പോഴുള്ള അവസ്ഥ, അവരുടെ ഓരോ കാര്യങ്ങൾ ദൈവം, ഭവനത്തിന് ഭവനം, വാഹനത്തിന് വാഹനം, ജോലിക്ക് ജോലി, മക്കളുടെ വിഷയങ്ങൾ, വർഷങ്ങളായിട്ടുള്ള കേസുകൾ, അല്ലെങ്കിൽ ദൈവനാമ മഹത്വത്തിനായിട്ട് പറയുക. സ്തോത്രം, വലിയ ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കാനാണ് ഞാൻ ആ കാര്യങ്ങളൊന്നും പറയാത്തത്. സ്തോത്രം, ഇതൊന്നും ആ കുടുംബങ്ങളാട്ടെ സഭയാട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് ദൈവത്തിനും അറിയാം, ഞങ്ങൾക്കും അറിയാം. പക്ഷേ ദൈവത്തിൻ്റെ സമയത്ത് കേസുകൾ മാറി. അവരുടെ സോഴ്സസിൽ തന്നെ, വേറെ ഒരു എക്സ്റ്റേണൽ ഹെൽപ്പും ഇല്ലാതെ അവർക്കുള്ളതിൽ നിന്ന് തന്നെ ദൈവം അതിനെ 5 അപ്പം 2 മീനും കർത്താവ് അതിനെ അങ്ങ് പൊലിപ്പിക്കുന്ന പോലെ, അതിനെ അങ്ങ് പെരുപ്പിക്കുന്ന പോലെ കർത്താവ് തന്നെ അവരുടെ ജീവിതത്തിൽ ചെയ്തു. അല്ല, അങ്ങനെ പല കുടുംബങ്ങൾ, ഒരു 3 കുടുംബം ഒന്നിച്ച് വേറെ മഹാലിൽ പല വിഷയങ്ങളല്ല, ഓരോ കാര്യത്തിൽ ഓരോ കുടുംബങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചു. അപ്പം നമ്മൾ ചോദിച്ചാലും ചോദിച്ചില്ലേലും നമുക്ക് ആവശ്യമുള്ളത് ആ കർത്താവ് കണ്ടും കേട്ടൊക്കെ നമുക്ക് കൊടുക്കത്തുള്ളൂ. നമ്മുടെ മക്കൾക്ക് അങ്ങനെയല്ലേ, അവൻ മിസ്യൂസ് ചെയ്യത്തില്ലെന്ന് അറിഞ്ഞാൽ, അവൾ മിസ്യൂസ് ചെയ്യത്തില്ലെന്ന് അറിഞ്ഞാലേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ഓരോ കൂടുതൽ കാര്യങ്ങൾ ഏൽപ്പിക്കത്തുള്ളൂ. മനുഷ്യരങ്ങനാണെങ്കിൽ സ്വർഗീയ അപ്പച്ചൻ സർവശക്തനും സർവജ്ഞാനി എത്ര അധികമായിട്ട് അത് ചെയ്യും. കർത്താവ് അത് ചെയ്തോളും. അത് നമ്മുടെയും വിഷയമാകല്ല, ദൈവത്തിൻ്റെയും വിഷയമല്ല, നമ്മുടെയും വിഷയമല്ല. ദൈവത്തിൻ്റെ ഇഷ്ടമോ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി സ്വർഗീയ വിഷയങ്ങളുണ്ട്, ഒത്തിരി പേര് ഒരുക്കാനായിട്ടുണ്ട്. ദൈവമേ, ഒത്തിരി പേരെ എൻകറേജ് ചെയ്യാനായിട്ടുണ്ട്. നമ്മൾ എത്ര എൻകറേജ്ഡ് ആയിട്ട് നിൽക്കണം, ഇല്ലേ? അപ്പോൾ ഒന്നുകൂടി ഇവിടെ യോഹന്നാനിൽ പറയുന്ന പോലെ അവൻ്റെ ഇഷ്ടപ്രകാരം, അക്കോർഡിംഗ്, ഇഫ് യു ആസ്ക് എനിത്തിങ് അക്കോർഡിംഗ് ടു ഹിസ് വിൽ, അവൻ്റെ ഇഷ്ടപ്രകാരം, അതാ ബ്രാക്കറ്റ് ഇടേണ്ടത്. അല്ലാതെ എന്തെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ചോദിച്ചാൽ ലഭിക്കും എന്നല്ല ബൈബിൾ പറയുന്നത്. അക്കോർഡിംഗ് ടു ഹിസ് വിൽ, അവൻ്റെ ഇഷ്ടപ്രകാരം. കർത്താവിൻ്റെ ഇഷ്ടം നമുക്കറിയാം, പിന്നെ ചോദിക്കേണ്ട കാര്യം നമുക്കത് വലിയ വിഷയമല്ലെങ്കിൽ ഈ ദിവസങ്ങൾ ആ ഒരു മർമ്മം മനസ്സിലാകുവാൻ ദൈവം സഹായിക്കട്ടെ. എന്നിട്ട് അടുത്ത നമ്മളിവിടെ കണ്ടു, 1
റിക്വസ്റ്റ് അല്ലെങ്കിൽ പ്രയർ. രണ്ടാമത് ഇവിടെ എഴുതിയേക്കുന്നത് എന്തോ? പക്ഷവാദം. ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ. നമുക്ക് ബൈബിളിൻ്റെ അകത്ത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് ഒത്തിരി ഭക്തരെ നമുക്ക് കാണാമില്ലേ? അവരെല്ലാം ദൈവദാസന്മാർ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓ സഹോദരൻ, എബ്രഹാം വന്ന് ദൈവത്തോട് എന്ത് ചെയ്തു? ലോത്തിനു വേണ്ടി യാചിക്കുന്ന നമുക്ക് കാണാം. കർത്താവ് ഇത്രയും പേരുണ്ടെങ്കിൽ പിന്നെ എബ്രഹാമിന് അറിയാം ലോത്തിനെ ശരിക്കും. ഇവൻ അവിടെ ആ പട്ടണവാതിക്കൽ ഇരുന്ന് ഷൈൻ ചെയ്തിട്ടേ ഉള്ളൂ ജീവിതം മുഴുവൻ. ഇവൻ അവിടെ വലിയ അവിടുത്തെ പട്ടണത്തിലെ പ്രമാണികളോടും പ്രധാനികളോടും ഒക്കെ ഇരുന്നിട്ട് ആ പൊങ്ങച്ചവും പറഞ്ഞ് അവിടുന്ന് അവൻ ചെയ്ത കാര്യങ്ങളും അവന് ദൈവം കൊടുത്ത ആടുമാടുകളും പൊങ്ങച്ചമടിച്ച് അവിടെ ഇരുന്നത് മാത്രമേ ഉള്ളൂ. ഇവനൊന്നും ആരോടും സുവിശേഷം പറഞ്ഞിട്ടില്ല. ഇവൻ ആരോടും യഹോവയായ ദൈവത്തെ പരിചയപ്പെടുത്തിയിട്ടില്ല. പിന്നെ എങ്ങനെ ഇവൻ ദൈവത്തെ കൊണ്ടുവരും? അവനും മക്കളും കുടുംബം അവർ 4 പേരേ ഉള്ളല്ലോ, ലോത്തും ഭാര്യയും 2 പെൺമക്കളും. അവരല്ലാതെ കർത്താവേ ഇത്ര പേരുണ്ടെങ്കിൽ പിന്നെ ചിന്തിച്ചു അവൻ നശിച്ചു പോകും. കർത്താവേ അവസാനം 10 പേരുണ്ടെങ്കിൽ 10 പേരുണ്ടെങ്കിൽ എന്തുവാ? ഹീസ് ഇൻ്റർസീഡിങ് ഫോർ ലോത്ത് ഇല്ലേ? അതിലും ഇനി കർത്താവ് പറഞ്ഞു, നീ ഇനി പറഞ്ഞാൽ ഞാൻ കേൾക്കത്തില്ല. ആ ഒരു ലെവലിലേക്ക് വന്നു. 10 പേരെങ്കിൽ എബ്രഹാം ലോത്തിന് വേണ്ടി പക്ഷവാദം ചെയ്ത് നമുക്കാണ്. ദൈവദാസന്മാരെല്ലാം ബൈബിൾ നമുക്കാണ്. മോശ ആ ഭാഗം ഒന്ന് വായിച്ച 32-ാം അധ്യായത്തിൽ. ഞാൻ ഇന്നലെ ആ ഭാഗം വായിച്ചപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി ചിന്തിക്കുവായിരുന്നു. എക്സോഡസ് അല്ലെങ്കിൽ പുറപ്പാട് 32-ാമത്തെ അധ്യായം 30, 31, 32. എക്സോഡസ് ചാപ്റ്റർ 32 വേഴ്സ് 30 to 32. പിറ്റേന്നാൾ മോശ, നിങ്ങൾ ഒരു മഹാപാപം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഞാൻ യഹോവയുടെ അടുക്കൽ കയറി ചെല്ലും. പക്ഷേ നിങ്ങളുടെ പാപത്തിന് വേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാൻ എനിക്ക് ഇടയാകുമെന്ന് പറഞ്ഞു. അങ്ങനെ മോശ യഹോവയുടെ അടുക്കൽ മടങ്ങി ചെന്ന് പറഞ്ഞത്, അയ്യോ, ഈ ജനം മഹാപാതകം ചെയ്തു പൊന്നുകൊണ്ട് തങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായ്ച്ചു കളയണമേ. മോശയോട്, എന്നോട് പാപം ചെയ്തവന്റെ പേർ ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. ഇന്നത്തെ രീതിയിൽ ആത്മാവിലല്ലല്ലോ, എങ്കിലും താൻ പ്രാർത്ഥിക്കുക, കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുക, അവരോട് ക്ഷമിക്കണേ, എൻ്റെ പേര് വേണേൽ. ആരെങ്കിലും അങ്ങനെ പറയും? ഞാൻ ഇന്നലെ ഇരുന്ന് ചിന്തിക്കുക, ഇനി അതുകൊണ്ടാണോ ഇനി മോശ കനാൻ പ്രവേശിക്കാൻ ദൂരെ നിന്ന് കണ്ടോളാൻ പറഞ്ഞത്? പക്ഷെ തൻ്റെ ഹൃദയം എന്തുവാ? ജനത്തിന് വേണ്ടി നിൽക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി. പരിശുദ്ധാത്മാവുള്ളൊരു വ്യക്തി മറ്റുള്ളവർക്ക് വേണ്ടി ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നപ്പോൾ നമ്മളിപ്പോൾ ഈ വായിച്ചപ്പോൾ സോഫിയ കരഞ്ഞല്ല വായിച്ചത്, അത് വായിച്ചങ്ങ് വിടുമായിരുന്നു. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ഈ ഒരു ലൈൻ മാത്രമല്ല, അത് ഷോർട്ടായിട്ട് ആത്മാവിൽ എഴുതിയിരിക്കുക. കരഞ്ഞ് ദൈവസന്ധിയിൽ ഉപവാസത്തോട് നെടുമ്പാട് വീണ്. അങ്ങനെയാണല്ലോ പഴയ നിയമത്തിൽ ആദ്യം ശുദ്ധീകരണത്തോട് താൻ ശുദ്ധീകരണം പ്രാപിച്ചിട്ടല്ലേ ദൈവസന്ധിയിൽ പ്രവേശിക്കുവാൻ കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ മുട്ടുമടക്കുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ശുദ്ധീകരണത്തോട് ഉപവാസത്തോട് താൻ കരയുക, കർത്താവേ അവർ ചെയ്ത ആ തെറ്റ് ക്ഷമിച്ചുകൊണ്ട് വേണം നീ എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ മായ്ച്ചു. എന്നാലും പ്രൈസ് ലോർഡ്. പക്ഷപാതം ചെയ്യുന്ന കണ്ടോ? ശമൂവേൽ പ്രവാചകൻ 1 ശമൂവേൽ എടുക്കണ്ട, അവിടെ ഫിലിസ്തീയർക്ക് വേണ്ടി നിന്ന് ഇസ്രായേലിനെ വിടുവിക്കുവാൻ ജനത്തിന് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന നമുക്ക് കാണാം. ദാനിയേൽ പ്രവാചകൻ എത്ര നാൾ ഉപവാസത്തോടുകൂടി കർത്താവേ ഇസ്രായേലിന് ഇനി എന്നാ ഒരു വീണ്ടെടുപ്പുണ്ടാകുന്നത്. എസ്കേൽ പ്രവാചകൻ ദൈവസന്ധിയിൽ ജനത്തിന് വേണ്ടി കർത്താവേ ഈ അടിമ അല്ലെങ്കിൽ ഈ ബന്ധനത്തിൽ നിന്ന്, ഈ ക്യാപ്റ്റിവിറ്റിയിൽ നിന്ന് ഹല്ലേലൂയ ഇസ്രായേലിനെ വിടുവിക്കണമേ. അപ്പം ആ പഴയ നിയമകാലത്തിൽ ദൈവദാസന്മാർക്കല്ല, അഭിഷക്തർക്ക് പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഇന്ന തരണമേ, എനിക്ക് ഇന്ന തരണമേ, ഞാനും എൻ്റെ മക്കൾ സുഖമായിട്ട് ജീവിക്കണമേ, എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടണമേ, ഞങ്ങൾ ലോകത്തിൽ മാനിക്കപ്പെടണമേ എന്ന് ഭൂതാത്മാവിൽ ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ദൈവാത്മാവിൽ പറയുന്ന പഴയ നിയമ ഭക്തർ പോലും ദൈവാത്മാവിൽ പ്രാർത്ഥിച്ചതാണ് ഞാനിവിടെ പറയുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഈ ദൈവം മക്കളാണെന്ന് പറഞ്ഞ് സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ചാന്ന് പറഞ്ഞിട്ട് അവസാനം പ്രാർത്ഥിക്കുന്നത് ഇന്നതാണെങ്കിൽ ആത്മാവ് അവരെ വിട്ടുപോയി എന്ന് എനിക്ക് പറയാനാണ്. പരിശുദ്ധാത്മാവിൽ ഒരാൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ, റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നില്ലേ, തക്ക സമയത്ത് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾക്ക് എവിടെണെന്ന് അറിയാത്തത് കൊണ്ട് പരിശുദ്ധാത്മാ വാക്കുകളായിട്ട് ഞരക്കങ്ങളായിട്ട് ബൈബിൾ എഴുതിയേക്കുന്ന ആസ് വേർഡ്സ് ആസ് അട്രൻസസ് ദ ഹോളി സ്പിരിറ്റ് വിൽ ഗിവ് യു ഇൻ യുവർ മൗത്ത്. നിങ്ങളുടെ വായിൽ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കേണ്ട വാക്കുകൾ എന്ത് ചെയ്യും? തരും. ആത്മാവിൽ പ്രാർത്ഥിക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടി ദൈവത്തോട് യാചിക്കുവാനും ഭൗമിക വിഷയത്തിന് വേണ്ടി യാചിക്കുവാനല്ല,
പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് റിക്വസ്റ്റ് ചെയ്യുവാനും ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ ഹല്ലേലൂയ പക്ഷപാതം ചെയ്യുവാനും. കൊലോസ്യലേഖനം 4:12 വാക്യം എന്ന് വായിച്ചേ. പുതിയ നിയമത്തിലും അഭിഷക്തൻ എങ്ങനെ സഭയിൽ ദൈവമക്കൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. കൊലോസിയൻസ് 4:12. എന്തിനാ പോരാടുന്നത്? പ്രാർത്ഥനയിൽ പോരാടുന്നത് നിങ്ങൾക്ക് കാറും വണ്ടി അല്ലെങ്കിൽ വീടും ജോലിയും ബിസിനസ്സും പിള്ളേരെല്ലാം ഭയങ്കര ജോലിയും ലോകത്തിലങ്ങ് എങ്ങനെയൊക്കെയാണ് ദേവദാസന്മാർ പറയുന്നത്? കുലുക്കി കമത്തി സ്വർഗത്തിൻ്റെ ഭണ്ഡാരം തുറന്ന് ഹെലികോപ്റ്റർ തുറന്ന് ഫുഡ് പാക്കറ്റ് എറിയുന്ന പോലുള്ള രീതിയിലാണോ? എന്തുവാണെന്നൊന്ന് മനസ്സിലാക്കണം. വചനം എന്തുവാ? കർത്താവ് ഞാൻ പറഞ്ഞില്ല, ഏത് വാക്കും അതിൻ്റെ അക്ഷരാർത്ഥത്തിലെടുത്താൽ ബുദ്ധിയിൽ ചിന്തിച്ചാൽ ഇങ്ങനെയൊക്കെ തോന്നും. ആത്മാവിൽ മനസ്സിലാകുമ്പോഴാണ്. അതുകൊണ്ടല്ലേ ആ ഷണ്ണൻ പറഞ്ഞ ഫിലിപ്പോസിനോട് പറഞ്ഞ ഒരാൾ എനിക്ക് മനസ്സിലാക്കി തരാതെ ഞാൻ എങ്ങനെ അത്. അപ്പോൾ ആത്മാവിൽ അതിനെ ഗ്രഹിക്കുമ്പോഴാണ് വിത്ത് ഓൾ സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് സ്വർഗത്തിൻ്റെ കലവറ തുറന്ന് എനിക്ക് ശക്തനായിട്ട് നിൽക്കുവാനും ജയാളിയായി തീരുവാനും ഹല്ലേലൂയ. അല്ലാതെ ഈ ലോകം മുഴുവനും ഞാൻ നേടിയിട്ട് എൻ്റെ നിത്യത നഷ്ടപ്പെട്ടാൽ മൂടാ എത്ര സ്ഥലത്താണ് ബൈബിൾ വിളിക്കുന്നത്. പ്രൈസ് ഉണ്ട്. നമ്മുടെ ഫോക്കസ് മാറിപ്പോൾ ദ്രവ്യാഗ്രഹമാണ് സകലവിധ ദോഷത്തിൻ്റെ മൂലകാരണം. അനേകരത് ആഗ്രഹിച്ചിട്ട് അവരുടെ ഹല്ലേലൂയ അവരുടെ കപ്പൽ തകർന്നു പോയെന്നായിരുന്നു ഇരിക്കുന്നത്. അവരുടെ ജീവിതയാത്ര എന്ത് ചെയ്തു? ഈ നേരത്തെ നമ്മൾ വായിച്ച ഹുമനിയോസും അലക്സാണ്ടറും പലരുടെ പേരുകൾ എഴുതിയിട്ടില്ലേ? അവരുടെ വിശ്വാസ കപ്പൽ എന്ത് ചെയ്തു? തകർന്നു പോയി. അതുകൊണ്ട് നമ്മൾ അങ്ങനെ മൂഢരായി തീരാതെ എന്തുവാ സ്പിരിച്വൽ ബ്ലെസ്സിങ്? എന്തുവാ ഹല്ലേലൂയ ജാതികൾ പ്രാർത്ഥിക്കുന്ന ഈ ഭൗമിക അനുഗ്രഹം എന്തുവാ? നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആത്മീയ അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി നിറവുകൾ, ഒത്തിരി സ്പിരിച്വൽ ഫില്ലിങ്. ഹല്ലേലൂയ ഇവരുടെ അക്കൗണ്ടും പേഴ്സും പോക്കറ്റും ഫില്ലാവുമ്പോൾ അതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിലും ഉപരി ഹല്ലേലൂയ തുരുമ്പ് പിടിക്കാത്തത്, സ്തോത്രം ഹല്ലേലൂയ നിത്യമായതുള്ളത്, നിത്യമായ അനുഗ്രഹങ്ങളാൽ കർത്താവ് നമ്മളെ നിറയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ബാക്കി ലോകത്തിലെ വിഷയം ഇവിടെ ഇരിക്കുന്ന ആരും ലജ്ജിതരായിട്ടല്ലല്ലോ ജീവിക്കുന്നത്, ആണോ? കൃപയോടുകൂടിയല്ലേ. നമ്മളൊക്കെ പലതിലും വിഷമിച്ച കാലഘട്ടങ്ങളുണ്ടായിരുന്നു. ഇപ്പം സംതൃപ്തിയോടുകൂടി ഉള്ളതിൽ ദൈവം നമ്മളെ നടത്തുന്നത്. ഒത്തിരി ഒന്നും എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല, ആർക്കും ദൈവം തന്നിട്ടില്ല. അറിഞ്ഞുകൊണ്ട് ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഉള്ളതിൽ എന്തുവാ? ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചതിൽ സംതൃപ്തിയോടുകൂടി ഒരു ഉത്തരവാദിത്വത്തോടുകൂടി അത് കൈകാര്യം ചെയ്യുന്നതും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് പോലെ എത്ര അനുഗ്രഹിക്കപ്പെട്ടു. ഇനി അരിക്ക് ഇപ്പോൾ JRISന് 54 56 ആണ്. ഇനി അതിന് 100 ഇന്ധനം വില എല്ലാത്തിനും വില കൂടുന്നുണ്ട്. ഞാൻ പലതും കഴിഞ്ഞ ദിവസം 2 ഫാൻ വാങ്ങിക്കാൻ പോയപ്പോൾ ഒന്നും നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നില്ലെന്നാണ് പറയുന്നത്. ട്രക്കുകളൊന്നും ഓടുന്നില്ല. കടയിലെല്ലാം ഇന്നലെ ബ്രോഡ്വേ ചെന്നു, സാധനങ്ങളൊക്കെ ചെന്ന് വാങ്ങിക്കും. അപ്പോൾ വേറൊരാൾക്ക് വേണ്ടിയാണ്, വേറെ കാര്യത്തിന് വേണ്ടിയാണ്. ഷോർട്ടേജാണ്, സാധനങ്ങൾ ഷോർട്ടേജാണ്, സ്പെയർ പാർട്സ് ഇല്ല വണ്ടിയുടെ. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ സാധനം വന്നിട്ടില്ല, അടുത്ത ആഴ്ച വരുമോ എന്ന് അറിയത്തില്ല. ഗ്യാസ് പോലെ തന്നെയാണ് സാധനങ്ങൾക്കെല്ലാം എന്തുവാ. പക്ഷെ ഒരു ദൈവ പൈതലിന് വല്ല ടെൻഷനുണ്ടോ? നമുക്ക് വേണ്ട കർത്താവ് നടത്തും. അപ്പോൾ സഭയെ അത് പഠിപ്പിച്ചുകൊണ്ട് എന്തുവാ പ്രാർത്ഥന. പിന്നെ ലാസ്റ്റ് നമ്മൾ കണ്ടു സ്തോത്രത്തോടുകൂടി. കൊലോസ്യത്തിലൊക്കെ എഴുതിക്കും പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തിൽ കവിയണം. നമ്മുടെ പ്രാർത്ഥനയിൽ പെറുപെറുപ്പ് വരാതെ ഗിവ് താങ്ക്സ് ടു ദ ലോർഡ്. ഇല്ലേ സിസ്റ്ററെ? പ്രൈസ് ദി ലോർഡ്. സിസ്റ്ററിന് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്, ഫുൾ സൗഖ്യമായിട്ടില്ല, കുറച്ചൊക്കെ മാറി ഇല്ലേ സിസ്റ്റർ? ഇടയ്ക്കൊന്ന് പാടും. അങ്ങനെയല്ല സിസ്റ്റർ, എന്തു പറയേണ്ടത്? ഇതുവരെയും സൗഖ്യമാക്കിയതിനായി സ്തോത്രം, താങ്ക്സ്. ഇല്ല, അങ്ങനെയല്ലേ നമ്മൾ പറയേണ്ടത്? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മൾ പറയുമ്പോഴാണ് കർത്താവ് മുൻപോട്ട് വീണ്ടും നമുക്ക് അല്ലല്ല ഇതുവരെയും എന്നെ നടത്തിയതിനാൽ സ്തോത്രം, ഗിവ് താങ്ക്സ് ടു ദ ലോർഡ്. ദൈവത്തിന് ഹല്ലേലൂയ. ഓ ധന്യ ഹോ പ്രഭു, ഹല്ലേലൂയ, ധന്യവാദ്, ഹല്ലേലൂയ. കർത്താവിന് നന്ദി കരയേറ്റുവാൻ എന്നെ നടത്തുന്ന വിധങ്ങൾ ഓർത്ത്, ഹല്ലേലൂയ. അതിൻ്റെ അകത്ത് വേദന വന്നാലും, അതിൻ്റെ അകത്ത് ബുദ്ധിമുട്ട് വന്നാലും, അതിൻ്റെ അകത്ത് നിന്ന വന്നാലും, ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവ് ഇങ്ങനെ നടക്കണേ. എന്നിട്ട് നമ്മൾ കണ്ണു തുറക്കുമ്പോൾ ഒന്നും സംഭവിച്ചില്ല. വേദന വരത്തില്ലേ? എന്നാ കർത്താവേ?
അങ്ങനല്ല, എൻ്റെ കർത്താവേ എന്നല്ല പറയേണ്ടത്. എന്തോ പറയേണ്ടത്? സ്തോത്രം കർത്താവേ. ഈ സ്തോത്രം പറഞ്ഞിട്ട് ഈ ചില ആൾക്കാർ പറഞ്ഞത് സ്തോത്രാമായി പോവുക, വെറും ഒരു വാക്കായി പോവുക, വാക്കുകളുടെ റിപ്പീറ്റേഷനായി പോവുക. നന്ദി കർത്താവേ, അതൊരു സംസ്കൃത പദമാണ്. ഹല്ലേലൂയ, ഗിവ് താങ്ക്സ് ടു ദ ലോർഡ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് എന്ത് വരണം? പെറുവെറുപ്പ് വരില്ല, കംപ്ലൈൻറ്റ് വരില്ല, അയ്യോ കർത്താവേ വരില്ല. നന്ദി 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 എന്ന് ഇവിടെ തിമോത്തിയോസിനോടും പറഞ്ഞിട്ടാണ് 4-ാമത്തെ വാക്യം. 1-2 വാക്യം വായിച്ച 4-ാമത്തെ വാക്യം. സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. സകല മനുഷ്യനും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. നേരത്തെ നമ്മൾ വായിച്ചതല്ലേ, എപ്പഫ്രാസ് എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? സകലരും ആ പരിജ്ഞാനത്തിലേക്ക് എത്തുവാൻ. ഇപ്പോൾ ഇവിടുത്തെ 4-ാമത്തെ വാക്യമല്ലേ വായിച്ചത്. അപ്പം നമ്മൾ കൊലോസ്സലേനം വായിച്ചപ്പോഴും സകല മനുഷ്യരും യേശുവിനെ പറ്റിയുള്ള ദാറ്റ് പീപ്പിൾ ഷുഡ് കം ടു ദ ഫുൾ നോളജ് ഓഫ് ജീസസ്. അങ്ങനെ ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയത്. ഇച്ചിരി നോളജ് അല്ല, ഇച്ചിരി അറിവല്ല, ഒരു ദൈവദാസനുള്ള അറിവല്ല, അതിലും കവിഞ്ഞ് പൂർണ്ണ അറിവ്. അപ്പോൾ യേശുവിനെ പറ്റിയും നിത്യതയെപ്പറ്റിയും ഞാനും എൻ്റെ യേശുവുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി ഒരു പൂർണ്ണ അറിവ് വരുവാൻ, അത് വരുന്നത് വരെയും അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇവിടും അതാ എഴുതിയിരിക്കുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എപ്പം വരെയാണ് പ്രാർത്ഥിക്കേണ്ടത്? സകലം, എവ്രി വൺ കംസ് ടു ദ ഫുൾ ട്രൂത്ത്, ആ പൂർണ്ണ സത്യത്തിലേക്ക് വരുവാൻ. പല വിഷയങ്ങൾ ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ ചില വിഷയങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് ആ വചനത്തിൻ്റെ സത്യത്തിൻ്റെ പൂർണ്ണതയായിരിക്കത്തില്ല. അതിലേക്ക് എത്താൻ വീണ്ടും മാറ്റങ്ങൾ വരണം. അതുകൊണ്ടാണല്ലോ കർത്താവ് നമ്മളെ പണിതുകൊണ്ടിരിക്കുന്നത്. ആരും തികഞ്ഞവരുണ്ടോ? യേശു മാത്രമേ ഉള്ളൂ. ഒരു അപ്പോസ്തലൻ പോലും തികഞ്ഞിട്ടില്ല, യേശു മാത്രമേ ഉള്ളൂ. സ്തോത്രം. നമ്മുടെ എല്ലാ ആഗ്രഹം എന്തുവാ? പൂർണ്ണത പ്രാപിക്കുവാൻ. അപ്പം നമ്മൾ ആ പൂർണ്ണതയിലേക്ക് വരുന്നത് വരെയും നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? ഭൗമിക വിഷയങ്ങൾക്ക് വേണ്ടിയല്ല. ആത്മാവ് പറയുന്നു ഓരോ വ്യക്തിക്ക്, ഞാൻ നിങ്ങളുടെ പൂർണ്ണതയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണമെങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യണം? പൂർണ്ണതയ്ക്കായിട്ട് എന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം, എൻ്റെ കുടുംബത്തെ സമർപ്പിക്കണം, എൻ്റെ മക്കളെ ഡിസിപ്ലിൻ ചെയ്യണം. ഹല്ലേലൂയ. ഒരു കറക്ഷൻ വേണം എല്ലായിടത്തും. അവരെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ കുടുംബത്തെ ഒരുക്കിയിട്ട് വേണം, ഞാൻ എന്നെ ഒരുക്കിയിട്ട് വേണം എന്ത് ചെയ്യണത്? നിങ്ങളെ പണിയുവാൻ. അപ്പം നിങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിന് മുമ്പേ ആദ്യം ആരും ഒരുക്കണം? നമ്മളെല്ലാവരും ആ പൂർണ്ണ സത്യം, യേശുവിനെ പറ്റിയുള്ള പരിജ്ഞാനത്തിൻ്റെ പൂർണ്ണത, നിത്യത ഒരു വലിയ മർമ്മമാതേ മക്കളെ. നിത്യത ഒരു വലിയ മർമ്മമാണ്. ഇറ്റ് ഈസ് എ മിസ്റ്ററി. ഇനിയും അറിയേണ്ട ഒത്തിരി വിഷയങ്ങളുണ്ട്. അതറിയുന്നിടത്തോളം സന്തോഷമാണ്. അത് കൂടുതൽ അറിയുമ്പോൾ എനിക്ക് ലോകം വേണ്ട, എത്രയും പെട്ടെന്ന് വിട്ടുപിരിഞ്ഞ് എൻ്റെ കർത്താവിനോട് ചേർന്നാൽ ഈ ലോകത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുമാർ. നമ്മൾ വിചാരിക്കും പൗലോസിന്, ഇന്നാളെ ആരാണ്ട് പ്രസംഗിക്കുന്നു കേട്ടു, പൗലോസിന് അല്പം ഒരു സ്ക്രൂ ലൂസാണെന്ന് പ്രസംഗിക്കുന്നു. അങ്ങനെ തോന്നിപ്പോവും തൻ്റെ പ്രസംഗം കേട്ട്. നമ്മുടെ ബുദ്ധിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ തനിക്ക് ഒന്നും വേണ്ട, അവസാനം ഇത്രയും വർഷം സാധാരണ ദൈവദാസന്മാരൊക്കെ ഒരു 10-30-40 വർഷം ശുശ്രൂഷ കഴിഞ്ഞ് അവർ എന്തൊക്കെ ഈ ശുശ്രൂഷയിൽ തന്നെ ഉണ്ടാക്കും ഇല്ലേ? അതിന് ശുശ്രൂഷയിൽ വരുമാനം ഒക്കെ കിട്ടുമല്ലോ, ശുശ്രൂഷയിൽ ഓരോരുത്തരൊക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് എന്തൊക്കെ ഉണ്ടാക്കും. പൗലോസിൻ്റെ അവസാനം എന്തുമായിരുന്നു? ഒരു പുതപ്പും ആ ബൈബിൾ ക്ലാസ് എഴുതിയ ചുരുളും, തൻ്റെ നോട്ട്ബുക്കും അല്ലെ തൻ്റെ സ്ക്രോൾസ് ചുരുളും. അപ്പം തനിക്ക് എന്തുവാ? എവിടോ ഒരു ചെറിയ എനിക്ക് കുടുംബമില്ല, അതൊക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിക്കും. നിത്യതയെ പറ്റിയുള്ള പരിജ്ഞാനത്തിൻ്റെ പൂർണ്ണത പ്രാപിച്ചത് കൊണ്ടാണ് പൗലോസിന് മനസ്സിലായി ഇവിടുത്തേതെല്ലാം മായ, ഇതൊന്നുമില്ല, ഇതിനെനിക്ക് സന്തോഷം തരുവാൻ. പൗലോസിൻ്റെ ജീവിതത്തിൽ ഇതിനൊന്നും സന്തോഷം കൊടുക്കുവാൻ കഴിയാഞ്ഞതും തൻ്റെ ഫോക്കസ് കറക്റ്റായിരുന്നു. 4-ാമത്തെ വാക്യം നമ്മൾ വായിച്ചില്ല, 5 വായിച്ചോ? ഇതൊരു വലിയ സന്തോഷമാണ്. നമ്മൾ ജാതികളോട് പറയുമ്പോൾ നമ്മൾ പറയും, മധ്യസ്ഥരിൽ കൂടി പ്രാർത്ഥിക്കല്ല, ദൈവം ഒരുവരേ ഉള്ളൂ, എന്ത് കാര്യവും ഉണ്ടെങ്കിലും യേശുവിനോട് പറയുക, വേറെ ആ മനുഷ്യരോട് പറയേണ്ട ആവശ്യം. നമ്മുടെ ജീവിതവുമായിട്ട് അതിൻ്റെ ആത്മീയ അർത്ഥം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് വരുമ്പോൾ ഏത് വിഷയമുണ്ടെങ്കിലും, കഴിഞ്ഞ ഇടയ്ക്ക് എനിക്കറിയാവുന്ന ഒരു സുവിശേഷകൻ ഉടനെ പറഞ്ഞു നമുക്ക് കേസ് കൊടുക്കണം, ഇതാന്നൊക്കെ പറഞ്ഞു. ഞാനും ആ വ്യക്തിയെ ഓർപ്പിച്ചു, സ്നേഹത്തോടെ ഓർപ്പിച്ചു. കേസ് കൊടുക്കാൻ ഒത്തിരി വിഷയങ്ങളുണ്ട്, എനിക്കുമുണ്ട്. ഭയങ്കരമായിട്ട് അനീതി കാണിക്കുന്ന വിഷയങ്ങളുണ്ട്. നമ്മുടെ വസ്തുവിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ റോഡ് വെട്ടി വഴി എടുത്തിരിക്കുക. 10-12 സെൻറ്റ് സ്ഥലമാണ് പോയത് റോഡ് സൈഡിൽ. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. വിഷയങ്ങൾ കേസ് കൊടുക്കാനാണ് ആ വ്യക്തിയേക്കാൾ കൂടുതൽ വിഷയങ്ങൾ ആർക്കുണ്ട്? എനിക്കുമുണ്ട്. പക്ഷേ ഒരു വിഷയം ഈ കേസ് കൊടുത്താലോട്ട് തീരുമോ?
ഇല്ല. നമുക്ക് നമ്മുടെ ഒരു വിഷയം ലോകത്തിലെ ന്യായകർത്താക്കന്മാർ ബൈബിളിനകത്ത് എഴുതിയിട്ടില്ലേ, പിന്നെ എങ്ങനെ നമ്മൾ അവരെ ന്യായം വിധിക്കും? അതുകൊണ്ട് ബൈബിൾ അനുവദിക്കുന്ന വിഷയം എന്തുവാ? ഏത് വിഷയമുണ്ട്, വി ജസ്റ്റ് ഹാവ് വൺ മീഡിയേറ്റർ, യേശുവിൽ കൂടെ പിതാവിനോട് പറയുക, ഇല്ലേ? ഹല്ലേലൂയ. സങ്കീർത്തനം 118 പറയുന്ന മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. വീണ്ടും വീണ്ടും പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ. ഇറ്റ് ഈസ് ബെറ്റർ ടു ട്രസ്റ്റ് ഇൻ ദ ലോർഡ് ദാൻ ടു പുട്ട് യുവർ കോൺഫിഡൻസ് ഇൻ മാൻ. പ്രഭുക്കന്മാരിലും മനുഷ്യരിലും ഹല്ലേലൂയ അവർക്കൊന്നും നിന്നെ രക്ഷിക്കുവാൻ കഴിയത്തില്ല. നമുക്ക് ഒരു മധ്യസ്ഥനേ ഉള്ളൂ, അതാരാണ്? യേശുവാണ്. അതുകൊണ്ട് ഈ സഭയെ ഓർപ്പിക്കുക. അതുകൊണ്ട് ഏത് കാര്യങ്ങളും എബ്രായ 4-ാം അധ്യായം 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. Hebrews chapter 4:16. അതുകൊണ്ട് കരുണ ലഭിക്കാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ഏതൊരു വിഷയവുമായിട്ടും തത്സമയത്ത് തീരുമാനം എടുക്കണോ? ധൈര്യം പ്രാപിക്കണോ? ധൈര്യം പ്രാപിക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ അനീതി നമ്മുടെ എതിരെ ആൾക്കാർ ചെയ്യുമ്പോൾ നമ്മൾ നീറി നമുക്കങ്ങ് വേദനയാണ്. ഞാൻ ദൈവത്തിലായിട്ട് ഞാൻ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. നമ്മൾ മനുഷ്യനാണ്. ഒരു 2 ടഗ് ഓഫ് വാറാണ് നടക്കുന്നത്. പെട്ടെന്ന് ബുദ്ധി ആലോചന തരും, ആത്മാവ് അതിനെ എന്ത് ചെയ്യണം? അതിനെ ജയിച്ചോണം. ദൈവത്തിൽ നിന്ന് ശാന്തി പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൽ ആ വിഷയം, നമുക്ക് നീറുന്ന വിഷയത്തിനൊക്കെ ദൈവസന്നിധിയിൽ നിന്ന് ഒരു ആശ്വാസം പ്രാപിക്കണം. ഇവിടെ എഴുതിയേക്കുന്ന തൽസമയത്ത് ലെറ്റ് us come before his, അവിടെ ഇംഗ്ലീഷ് എഴുതിയേക്കുന്ന ലെറ്റ് us boldly come before the throne of God. നാം ധൈര്യത്തോടുകൂടി കൃപ ചെല്ലുക, നമ്മുടെ വിഷയവുമായിട്ട് ചെല്ലുക. ഒരു മധ്യസ്ഥനേ ഉള്ളൂ. അവിടെ മനുഷ്യരുടെ മുമ്പിൽ നമ്മുടെ വിഷയം കൊണ്ട് വെക്കല്ലേ. കൂട്ടു സഹോദരന് പോലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പാസ്റ്ററിനും പറ്റത്തില്ല. പാസ്റ്ററിന് ഒരു കാര്യം കാണിച്ചു തരാൻ പറ്റുന്ന ഒരാളുണ്ട്. സിസ്റ്ററെ, ആരെടുത്താ? കർത്താവിൻ്റെ അടുത്ത്, യേശുവിൻ്റെ അടുത്ത്. നമ്മുടെ ഓരോരുത്തർ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ വിഷയം, എൻ്റെ വിഷയം ആരെടുത്താ? യേശുവിൻ്റെ അടുത്ത് വെക്കുമ്പോൾ ലോർഡ് വിൽ ഗിവ് എൻ ആൻസർ. പ്രഭു ജവാബ് ദേഗ. ദൈവം നമ്മളെ വിടുവിക്കും. വിടുതൽ കർത്താവിൽ നിന്ന്. കർത്താവ് നമുക്ക് ആശ്വാസം നൽകും. കർത്താവ് നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകും. ധൈര്യമായിട്ട് കൃപാസനത്തിൽ വരുവാൻ ഒരു ധൈര്യം കർത്താവ്, ഒരു കോൺഫിഡൻസ്, ഒരു പ്രാഗൽഭ്യം കർത്താവ് തന്നിട്ടുണ്ട്. 6-7 വായിച്ചു. അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. എല്ലാവർക്കും വേണ്ടി മറുപടിയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ തക്ക സമയത്ത് അറിയിക്കേണ്ട ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിയും അപ്പോസ്തലനുമായി ഭോഷ്കല്ല, പരമാർത്ഥം തന്നെ പറയുന്നു. ജാതികളുടെ വിശ്വാസവും സത്യവും ഉപദേശിക്കാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഈ സുവിശേഷം പ്രസംഗിക്കുവാനാണ് ഞാൻ. എല്ലാം കഴിയുന്ന ഒരു യേശുവിനെ, ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു യേശുവിനെ, ആ യേശുവിനെ ഉയർത്തി കാട്ടുവാൻ, ആ യേശുവിൻ്റെ അടുത്ത് വന്നവരാരും നിരാശപ്പെട്ടു പോകത്തില്ല. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയവരാരും ലജ്ജിച്ച് പോകത്തില്ല. അവരുടെ മുഖം പ്രകാശിക്കും. നീറുന്ന അനുഭവം ആരുടെ കൈ കൊടുക്കാം? യേശുവിൻ്റെ. ഹല്ലേലൂയ. വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ യേശുവിൻ്റെ കൈ കൊടുക്കാം. നമ്മളെക്കൊണ്ട് കഴിയാത്ത വിഷയങ്ങൾ ആരുടെ കൊടുക്കാം? നമ്മൾ ഭാരപ്പെടുന്ന വിഷയങ്ങൾ ആരുടെ കൈ കൊടുക്കാം? നമ്മുടെ കർത്താവിൻ്റെ അടുത്ത് കൊടുക്കുവാനുള്ളൊരു അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അവിടെ നമുക്ക് ദൈവസന്നിധിയിൽ കൊടുക്കുമ്പോൾ തന്നെ ഈ കൊടുക്കത്തില്ല മുഴുവനും, അതിങ്ങനെ കൊടുക്കും. ഇങ്ങനെ പിടിച്ചോ, കർത്താവിനെ തരുക. എന്നിട്ട് ഞാൻ പിടിച്ചിരിക്കുക, ഇച്ചിരേ കൊടുക്കുന്നുള്ളൂ കർത്താവ്. ഞാൻ പിടിച്ചിരിക്കുക. കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? കൊടുക്കുക, മറക്കുക, അല്ലേ? അതല്ലേ? ആന്നൊക്കെ നമുക്കറിയാം, എങ്കിലും മറക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഈ ദിവസങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ അത് ദൈവം നോക്കിക്കൊള്ളും. ഇടയ്ക്ക് നീറുന്ന വിഷയങ്ങൾ സാത്താനെ കൊണ്ടുവരുമ്പോൾ കർത്താവ് എന്തുവാ പറഞ്ഞത്? സാത്താനെ, പ്രൈസ് ഗെറ്റ് ബിഹൈൻഡ് മീ, എന്നെ വിട്ട്. യെസ്, ഹല്ലേലൂയ. അതുകൊണ്ട് സാത്താൻ ഒരു പരിപാടി നമ്മുടെ ജീവിതത്തിൽ നടക്കല്ല. കർത്താവിൽ ആശ്വാസം പ്രാപിക്കാം. ദൈവം ഇവിടെ പ്രാർത്ഥനയിൽ കൂടെ 3 വിഷയങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ഇന്ന് ചിന്തിച്ചത്. അനേകർക്ക് വേണ്ടി ഞാൻ പറഞ്ഞില്ല, ദൈവാത്മാവുള്ള ഒരു വ്യക്തി അനേകരുടെ നന്മയ്ക്ക് വേണ്ടിയും വിടുതലിന് വേണ്ടിയും അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് ഞാനും നിങ്ങളും, അല്ലേ? അനേകരുടെ വിടുതലിന് വേണ്ടി നമ്മൾ പിള്ളേരോട് പഠിപ്പിക്കണം. ആദ്യം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സഹോദരനോട് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ പാസ്റ്റർ, ഞാനും വല്ല വർക്കൊക്കെ ചെയ്യുന്നത്, ഈ പിള്ളേരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഞാൻ ഒരുപോലെ കാണുന്നില്ല, ബ്ലെയിം ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു തലമുറയുടെ ഒരു പ്രത്യേകത, അവരുടെ കൂട്ടുകാർ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാനും ചെയ്യുന്നില്ല. എന്തിനാ ചെയ്യണം? വേറൊരാളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ എന്തിന് പ്രവർത്തിക്കണം? വേറൊരാളുടെ വിടുതലിന് വേണ്ടി ഞാൻ എന്തിന്
അത് കഴിയാതിരിക്കുമ്പോൾ ഒരു സ്വാർത്ഥതയുടെ ലോകം അന്ത്യകാലത്തിൽ പൊങ്ങച്ചം മാത്രമേ ഉള്ളൂ. അന്ത്യകാലത്ത് എന്തൊക്കെയുണ്ട്? ദ്രവ്യാഗ്രഹം, സ്വസ്നേഹം, വമ്പ് പറച്ചിൽ, പൊങ്ങച്ചം. ഇത് മാത്രമേ ഉള്ളൂ. ദ്രവ്യാഗ്രഹം, സ്വസ്നേഹം, പൊങ്ങച്ചം പറച്ചിൽ. അത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തിൻ്റെ ആത്മാവ് നമ്മളെ കയറി ബാധിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇത് പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേങ്കിൽ ഇത് എൻ്റെയും ജീവിതത്തിൽ നിങ്ങളുടെയും ജീവിതത്തിൽ ആപ്ലിക്കബിളായി തീരുവാൻ, ഞാൻ പറഞ്ഞില്ലേ, പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, ഓരോ വിഷയങ്ങൾ നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ ദൈവാത്മാവിൽ തീരുമാനമെടുക്കുവാൻ, നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത വിഷയം ദൈവം അതിനൊരു സമയം വെച്ചിട്ടുണ്ട്, ദൈവകരങ്ങളെ ഏൽപ്പിച്ചോ. അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുക എൻ്റെ ആഗ്രഹം പോലല്ല കർത്താവ് നടത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. എന്തുമായാലും എൻ്റെ പ്ലാനിനേക്കാൾ സൂപ്പർ പ്ലാനാണ് ആരുടെ പ്ലാൻ? അല്ലേ? അത്രയും മാത്രം അറിഞ്ഞാൽ മതി. അല്ലല്ലേ? അവിടെ ഞാൻ ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് ദൈവം ചെയ്തോളും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങൾ സമർപ്പിക്കാം. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് നീറുന്ന പിശാചിനോട് പോ പിശാച് എന്ന് പറയുവാനുള്ള അഭിഷേകം ദൈവം നിങ്ങൾക്ക് തരട്ടെ. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ.